ഇമാതിരി കച്ചട തേർഡ് റൈറ്റ് ഡയലോഗ്സ് ഒക്കെ പറയുന്നതിനേക്കാളും എത്രയോ നല്ലതാണ്. ടിപ്പിക്കൽ ആനന്ദൽ റൈ പടമാണ്, അല്ലാതെ നിങ്ങൾ സയ്യാറാണ് അങ്ങനെ കണ്ടിരിക്കാം, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ, വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. കൊള്ളായിരുന്നു, മ്യൂസിക് എല്ലാം അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല രസമുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നിട്ട് ഇടയ്ക്ക് ഒരു ലാഗ് ഫീൽ ചെയ്തായിരുന്നു. എനിക്ക് പേഴ്സണലി ഇച്ചിരി ലെങ്ത് കൂടിയാണെന്ന് തോന്നി. രാഞ്ചാനെ ഇറങ്ങിയ സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു കറക്റ്റ്. ആ സമയത്ത് എല്ലാവർക്കും ആവറേജ് ആയിട്ടാണ് തോന്നിയത്. 10 വർഷത്തിന് ശേഷമാണ് അതൊരു കൾട്ട് ക്ലാസിക്കായിട്ട് തോന്നിയത്. അതുപോലെ ഇതൊരു കൾട്ട് ക്ലാസിക് ആവുമെന്ന് വിശ്വസിക്കും. കൊള്ളാം, സൂപ്പർ, നല്ല പടം, കൊള്ളാം, നല്ല പടം. പടം അത്ര പോരാ, പക്ഷെ ബാക്കി ബാങ്ക് സ്കോറും പാട്ടാ കൊള്ളാം. റഹ്മാൻ്റെ അല്ലേ, ബാക്കി കൊള്ളാം. ലെന്ത് കൂടി പോയാണ്. ലെന്ത് കൂടി പോയി മാത്രമല്ല, ഭയങ്കര ഓവറായിപ്പോയി. പാട്ട് ബാങ്ക് സ്കോറൊക്കെ കൊള്ളാം, വർക്കായിരുന്നു, പക്ഷേ കൂടുതൽ ഓവറായിപ്പോയി. എല്ലാം അധികം അങ്ങ് വേണ്ടായിരുന്നു, കുറച്ച് ഓവറായിപ്പോയി. പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊള്ളാം. റഹ്മാൻ അല്ലേ, കുഴപ്പമില്ല, കൊള്ളാം. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊള്ളാം. നല്ല മ്യൂസിക് സൂപ്പർ, എല്ലാം സൂപ്പർ. ഇമോഷൻ ഉണ്ടായിരുന്നു. ലെങ്ത് കൂടി പോയെന്നൊക്കെ പറയുന്നത് ഇല്ല, കുഴപ്പമില്ല, കറക്റ്റ് ആണ്. ലെങ്ത് ഭയങ്കര കൂടുതലാണ്. ഇനി ലെങ്തിൻ്റെ കാര്യം മാത്രമല്ല, ഡയലോഗ്സ് തന്നെയാണ് ഈ സിനിമയിലെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് ക്രിഞ്ച് വെസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ക്രിഞ്ച് അൾട്രാ ക്രിഞ്ച്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ വാരാണസിയും പിന്നെ ശങ്കർ മീൻസ് ലോർഡ് ശിവ ആ റെഫറൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ക്രിഞ്ച് ഇതായിട്ട് തോന്നി. കാരണം നമ്മൾ ഒന്നിൽ ഞാൻ പറയുന്നത് ഒരു ഡിവോഷണൽ ആസ്പെക്റ്റിലല്ല പറയുന്നത്. അതാകുമ്പോൾ വേറെ ഇപ്പം കാന്താര എന്ന സിനിമ കാണുമ്പോഴത്തേക്കും നമുക്കത് വേറൊരു പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. ഇതിനിടയിൽ കൂടെ ഇത് വയലൻ്റ് ആയിട്ടുള്ള പ്രണയത്തിൻ്റെ മുകളിൽ വയലൻസ് കാണിക്കുക, അതിനെ പിന്നെ അതിനെ ജസ്റ്റിഫൈ ചെയ്യുക, ഇതിൽ ചില ഡയലോഗ്സ് ഒക്കെ എനിക്കത് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ തൊലിയുരുന്ന അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതെന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ധനുഷിനെയും കൃതി സനനെ പോലുള്ള ആക്ടേഴ്സ് എങ്ങനെ ഇപ്പോൾ ചില സിനിമകളിലൊക്കെ ചിലതൊക്കെ പറയാമല്ലോ, ഇന്ന ഡയലോഗ് എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് റിവീലിംഗ് ആയിട്ടുള്ള. ഇതിനേക്കാളും നല്ലത് റിവീലിംഗ് ആയിട്ട് ഐറ്റം ഡാൻസ് ഒക്കെ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഇതിനേക്കാളൊക്കെ ഇമാതിരി കച്ചട തേർഡ് റൈറ്റ് ഡയലോഗ്സ് ഒക്കെ പറയുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഈ ഒരു എന്താ പറയുക ആ ഒരു അതിനേക്കാളും ചെയ്യാന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്കും മോശം എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഒരു സിനിമയിൽ നിന്ന് കിട്ടിയത്. പെർഫോമൻസ് വൈസ് ഒക്കെ നല്ലതാണ്, പക്ഷേ ലെങ്ത് കൂടി പോയോന്ന് ഇനിയിപ്പോൾ എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി. ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ഓരോന്നല്ലേ. അപ്പം പിന്നെ അവിടുത്തെ ഓഡിയൻസിനെ കേട്ടർ ചെയ്താണ് പടം എടുത്തിട്ടുള്ളത്. അപ്പം അവിടെ വർക്ക് ആവേണ്ടതാണ് ഇങ്ങനത്തെ സാധനങ്ങൾ. രണ്ട് പടമാണ്. സയ്യാറയും ഇതും തമ്മിൽ കമ്പയർ ചെയ്യരുത്. ഇത് ടിപ്പിക്കൽ ആനന്ദൽ റൈ പടമാണ്. ആനന്ദൽ റൈയുടെ ഫിലിമോഗ്രഫി കാണുന്ന ആൾക്കാർക്ക്, അതിഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പാളിച്ചകളില്ലെന്നല്ല, പാളിച്ചകളുണ്ട്. പക്ഷെ എന്നാലും ത്രൂ ഔട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഞാൻ ആനന്ദൽ റൈയുടെ പടങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ധനുഷിൻ്റെ, അതായത് വേറൊരു ധനുഷ്, റാഞ്ചിനെയല്ല, എന്നാൽ കുറേ റിവ്യൂ ഒക്കെ വരുന്നുണ്ട്, തിരുച്ചിത്രമ്പലം അതുമല്ല, അത് ക്യാരക്ടർ വേറെയാണ്. ആ രീതിക്ക് പോർട്രേ ചെയ്തിട്ടുണ്ട്. കൃതി സെന്നാണെങ്കിലും വളരെ മെച്ചുറായിട്ടുള്ള അഭിനയമാണ് ചെയ്തിട്ടുള്ളത്. ടെക്നിക്കലി എല്ലാം നന്നായിട്ടുണ്ട്. ARRൻ്റെ മ്യൂസിക് നല്ല ഫീൽ കൊടുക്കുന്നുണ്ട് സിനിമയ്ക്ക്. എല്ലാം സ്ഥിരം സ്ട്രക്ചർ പരിപാടി തന്നെ, പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. പറഞ്ഞില്ല, റാഞ്ചിന് തന്നെയാണ്. റാഞ്ചിനെ കണ്ടവർക്ക് കുറച്ച് കണക്ട് ആവുന്ന സെക്കൻഡ് ഹാഫിൽ അങ്ങനെ 1-2 സാധനങ്ങളുണ്ട്. അത് കണ്ടാൽ കുറച്ചും കൂടെ കണക്റ്റ് ആവും. അങ്ങനത്തെ സാധനങ്ങളും ഉണ്ട്. യൂണിവേഴ്സ് അല്ല, പക്ഷേ ക്യാരക്ടേഴ്സ് 1-2 പേര് വന്നു പോകുന്നുണ്ട്. അത്രങ്കീറയിലൊരു ആൾ വരുന്നുണ്ട് വീണ്ടും. അപ്പം നമുക്ക് അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ റെഫറൻസസ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്ന സീക്വൻസുകളും ഉണ്ട്. ഇത് ടിപ്പിക്കൽ ആനന്ദൽ റൈ പടമാണ്, അല്ലാതെ നിങ്ങൾ സയ്യാറാണ് അങ്ങനെ ഒന്നും വന്ന് കാണണ്ട. ടിപ്പിക്കൽ ആനന്ദൽ റൈ പടമാണിത്. എന്താണോ അതിന് സിനിമയ്ക്ക് വേണ്ടത് അത് ഉണ്ട് അതിൻ്റെ അകത്ത് ഭയങ്കര ഇമോഷനൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തർക്ക് എഴുതുന്നവർക്കല്ലേ അത് ഉള്ളൂ, അത്രേ ഉള്ളൂ.